സോ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഇവിടെ പക്ഷെ അതാണ് പ്രത്യേകത. ഇതിന് പേരൽ ഓഫ് ഓൾ 14 such schemes may be extended by a couple of years beyond 25-26 when it officially ends എന്നാണ് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സ്കീമുകൾ ഉള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഇതിന്റെ വാക്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. നോർമലി പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു പ്രത്യേകതയാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ എന്ത് തരും? ഇൻസെന്റീവ് തരും. അതായത് ശമ്പളത്തേക്കാൾ കൂടുതൽ പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഇൻസെന്റീവ്സ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഗവൺമെന്റ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും നോക്കിയാൽ ഏതിനാണ് ശമ്പളം കൂടുക? ഏതിലാണ് ശമ്പളം കൂടുക? ഗവൺമെന്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റ് സെക്ടർ നോക്കിയാൽ പബ്ലിക് സെക്ടർ നോക്കിയാൽ ഏതിനാണ് ശമ്പളത്തിന്റെ അളവ് നോക്കിയാൽ കൂടുതൽ? യെസ്, എവിടെ? സാലറി. ഓക്കെ, ബിൽഹ കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് ആണോ? അല്ല, കുറച്ച് സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ ഇപ്പൊ ജോയിൻ ആയിട്ട്. ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ യെസ്. ഓക്കെ, ഞാൻ കുറച്ച് മുൻപ് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ പിന്നെ ഇടയ്ക്ക് യെസ് ഇടയ്ക്ക് ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നില്ലേ ഇപ്പോ? കേൾക്കാം സർ. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ യെസ് നമ്മള് ബിൽഹ ചോദിച്ചതായിരുന്നു. യെസ്, ബിൽഹയാണ് പറഞ്ഞത് ഗവൺമെന്റ് സെക്ടർ. ഓക്കെ, വേറെ എനിവൺ, വേറെ ബാക്കിയുള്ളവരുടെ ആൻസറുകൾ എന്തൊക്കെയാ? സോ വിച്ച് സെക്ടർ, ഇപ്പൊ അതുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് ടോപ്പിക് അറിയുമ്പോൾ ആദ്യം അറിയേണ്ടത് ഒരു കോണ്ടെക്സ്റ്റും ആണിത്. വിച്ച് സെക്ടർ ഈസ്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഓർ പബ്ലിക് സെക്ടർ വിച്ച് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് സാലറി. ഓക്കെ, സാലറി ബേസ് ആണ് ചോദിക്കുന്നത്. സോ ഏതാണ് കൂടുതൽ? എന്താണ് അഭിപ്രായം? പ്രൈവറ്റ് അല്ലേ? ഓക്കെ. സോ രണ്ട് ആൻസർ അപ്പോൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു പബ്ലിക് സെക്ടർ പറഞ്ഞു, ആൻഡ് പ്രൈവറ്റ് സെക്ടറും ഇപ്പോ നീത്തയല്ലേ പറഞ്ഞത്? ഓക്കെ, യെസ്. സോ ഓക്കെ, അപ്പൊ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് കാലങ്ങളായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ശമ്പളം, അതായത് സാലറി എന്ന് പറയുന്നത്, ബേസിക് പേ എന്ന് പറയുന്നത് എല്ലാത്തിനും ഉണ്ട്, അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ ബേസിക് പേയേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് മറ്റ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇമോൾമെന്റ്സ് എന്ന് പറയുന്നത്, ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലാണ് പ്രാധാന്യം. അപ്പൊ അത് പല കമ്പനികളും പല രീതിയിലാണ് കൊടുക്കുക. ചിലപ്പോൾ റെയിൽവേ, നമുക്ക് ആദ്യകാലങ്ങളിൽ റെയിൽവേ സർവീസ് അറിയാലോ, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവർക്ക് റെയിൽവേ സൗജന്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ പ്രൈവറ്റ് കമ്പനിയിലായാലും ഉണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ പോലെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിക്കൊക്കെ ഫ്രീ യാത്ര ഒക്കെ ഉണ്ട് അതിൽ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകത സാലറി ബേസ് ഏതാണ് കൂടുതൽ എന്നാണ് ചോദിച്ചത്. അപ്പൊ സാലറി ബേസ് ആക്ച്വലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ ഉള്ള ഒരു പ്രത്യേകത, ഇതുവരെയുള്ള കേസാണ് പറയുന്നത്. അപ്പൊ ഇതുവരെയുള്ള കേസുകളിൽ ഗവൺമെന്റ് സെക്ടറുകളിൽ സാലറി എന്ന് പറയുന്നത് വളരെ ഡെഫിനിറ്റ് ആണ്, അതായത് ഒരിക്കലും കൂടുതൽ കിട്ടില്ല. സോ നമ്മൾ ഇപ്പോൾ ഓരോ പ്രൊമോഷൻ കിട്ടി വരുന്നതിനനുസരിച്ചും പേ സ്കെയിൽ എന്ന് പറയുന്നത് മാറുന്നു. ഈ പേ സ്കെയില് വളരെ വലിയ രീതിയിൽ മാറില്ല, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിയമങ്ങളിൽ, അല്ലെങ്കിൽ ഇതിന്റെ പേ കമ്മീഷൻ റിവിഷനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രയാണ് ശമ്പളം എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും 1 രൂപ പോലും കൂടുതൽ കിട്ടില്ല. അപ്പോൾ ഗവൺമെന്റിലുള്ള സംഭവം അതാണ്, ഫിക്സഡ് മണിയാണ്, ഫിക്സഡ് സാലറി എന്നുള്ള കോൺസെപ്റ്റ് ആണുള്ളത്. അപ്പോൾ ഒരിക്കലും ശമ്പളത്തിൽ വർധനവ് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. എല്ലാ മാസവും ഒരുപോലെ തന്നെയാണ്. പിന്നെ പ്രൊമോഷൻ അനുസരിച്ചാണ് ശമ്പള വർധനവ് വരുന്നത്. അതാണ് സിസ്റ്റം. അപ്പോൾ അതിൽ മാറ്റമില്ലേ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ട്. പേ കമ്മീഷൻ റിവിഷൻ വരുന്ന സമയങ്ങളിലാണ് മാറുക. ഇപ്പോൾ 7th പേ കമ്മീഷൻ എന്ന പേരിൽ സെൻട്രൽ ഗവൺമെന്റ് പേ കമ്മീഷൻ വന്നിരുന്നു. ഇനി 8th വരും.
അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിലും പുതിയ പേ കമ്മീഷൻ റിവിഷനുകൾ വരും. അപ്പോൾ അതിൽ മാറ്റം വരാം, അതിൽ പുതിയ ശമ്പളത്തിന്റെ സ്കെയിൽ വരും, അങ്ങനെയാണ് മാറുക. അല്ലാതെ ഗവൺമെന്റ് സെക്ടറുകളിൽ പൊതുവെ എന്തില്ല, ഇൻസെന്റീവ് എന്ന് പറയുന്ന സിസ്റ്റം വളരെ കുറവാണ്. സോ നിങ്ങൾ കൂടുതൽ ഇപ്പോൾ, കാരണം ഗവൺമെന്റ് പ്രൊഫഷണലി ഇപ്പോൾ പ്രൈവറ്റ് പോലെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി പോലെയല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വ്യക്തി കൂടുതൽ വർക്ക് ചെയ്താലോ കുറവ് വർക്ക് ചെയ്താലോ ഇതിനനുസരിച്ച് എന്തില്ല, മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെന്റിൽ നല്ല പോലെ വർക്ക് ചെയ്യുന്നവർക്കും വർക്ക് ചെയ്യാതെ അവിടെ ഉള്ളവർക്കും ഒക്കെ ശമ്പളം എന്ത് തന്നെ ഒരേപോലെയാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ അവിടെ പ്രത്യേകത മാറുന്ന ഒരു കോൺസെപ്റ്റ് അതാണ്. ഇപ്പോൾ PLI, ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളതാണ് PLI എന്ന് പറയുന്ന ഒരു സ്കീമാണ്, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. സോ ഇത് 14 സെക്ടർ സ്കീമുകളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഈ സ്കീമുകളുടെ പ്രത്യേകത, ഇത് ഉള്ള ഏരിയകളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇൻസെന്റീവ്സ് കിട്ടും. അത് സാലറി വൈസ് ഇൻസെന്റീവ് ഉണ്ട്. അതിന് പുറമെ ഇവിടെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ചില സംഭവങ്ങൾ തുടങ്ങാൻ എന്ത് കിട്ടും, ചില ആനുകൂല്യങ്ങൾ, അതാണ് ഇവിടെ ഇൻസെന്റീവ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. സോ 14 സെക്ടേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ മൊബൈൽ മാനുഫാക്ചറിങ്, സ്പെസിഫൈഡ് ഇലക്ട്രോണിക് കമ്പോണൻസ്, ക്രിട്ടിക്കൽ സ്കീംസ്, പിന്നെ ഏതൊക്കെയാണ് പറയുന്നത്, ഓട്ടോമൊബൈൽ, പിന്നെ ടെലികോം നെറ്റ്വർക്കിംഗ്, ഇങ്ങനെ കുറെ 14 പ്രധാനപ്പെട്ട മേഖലകളെ അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ PLI സ്കീം പറയുന്നത്, PLI സ്കീംസ് ഫോർ ഓൾ 14 സർവീസസ് സെക്ടേഴ്സ് ഹാവ് ബീൻ നോട്ടിഫൈഡ് ബൈ ദ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഡ്യൂ അപ്രൂവൽ. ദീസ് സ്കീംസ് ഇൻ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു കാസ്കേഡിംഗ് എഫക്ട് ഓൺ കൺട്രീസ് MSME ഇക്കോസിസ്റ്റം. അപ്പോൾ ഇവിടെ പ്രത്യേകത, ഇത് കമ്പനികൾക്ക് എന്ത് കൊടുക്കും, ഇൻസെന്റീവ്സ് ഓൺ ഇൻക്രിമെന്റൽ സെയിൽസ് ഫ്രം പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഇൻ ഡൊമസ്റ്റിക് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെയിൽ വർധനവിനനുസരിച്ച് ആ സെക്ടറുകളിലുള്ളവർക്ക് എന്ത് കൊടുക്കും, ചില ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ അത് കൂടുതലായി കിട്ടുന്ന ബോണസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ടാക്സ് ഇളവുകളാവാം. ഇത് ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസെന്റീവ് ആണ്, കമ്പനികൾ എംപ്ലോയീസിന് കൊടുക്കുന്ന കേസായിട്ട് ഇവിടെ പറയുന്നില്ല. അതാണ് പ്രത്യേകമായിട്ട് അറിയേണ്ടത്. സോ PLI എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് വർധനവുണ്ടായാൽ ഈ പറയുന്ന 14ഓളം സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് എന്ത് കിട്ടും, ഇൻസെന്റീവ് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രൈമറി ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ മുൻപ് നമ്മൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, പബ്ലിക് സെക്ടർ ആണോ പ്രൈവറ്റ് സെക്ടർ ആണോ ശമ്പളം കൂടുതൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ രീതിയിൽ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് സെക്ടറിലാണ് നോർമലി എന്ത് സംഭവിക്കുന്നത്, ഇൻസെന്റീവ് എന്ന മോഡലിൽ ശമ്പള വർധനവ് കൂടുതൽ വരുന്നത്. കാരണം ഇത് പ്രൈവറ്റിൽ എപ്പോഴും ഉണ്ട്, മിക്കവാറും പല മേഖലകളിലും നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ എന്തുണ്ടാക്കാം, സാലറി, അതായത് സാലറി ഇൻ ദ എമൗണ്ട് ആയിട്ട് കിട്ടും, ബോണസ് എമൗണ്ട് ആയിട്ട് കിട്ടും. സോ ചില കേസുകളിൽ ചിലത് ചെയ്യാനായിട്ട് പ്രൈവറ്റ് സെക്ടറിലുള്ളത് മുമ്പ് പറഞ്ഞ പോലെ ചില ഇൻസെന്റീവ് ഇൻ ദ മോഡൽ ഓഫ് പെർക്വിസിറ്റ്സ് ആണ്, അതായത് ശമ്പളമായിട്ട് കിട്ടില്ല, പകരം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ. ഇപ്പോൾ പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ, പ്രൈവറ്റ് സെക്ടറിൽ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളവരോട് ചോദിച്ചാൽ അറിയാം. നല്ല കമ്പനികളിലാണെങ്കിൽ പൊതുവെ ഇൻസെന്റീവ് എന്നുള്ള മോഡലിൽ എന്ത് കൊടുക്കുന്നു, യാത്രകൾ കൊടുക്കുക. ഇപ്പോൾ ഇൻഷുറൻസ് സെക്ടറിലൊക്കെ അത്തരത്തിൽ സ്കീമുകൾ കാണാം. ഇൻഷുറൻസിൽ കൂടുതൽ എന്താണ്, ഈവൻ ഫോർ ഏജൻസ്, ഇൻഷുറൻസിൽ LICയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുണ്ട്. ഇപ്പോൾ SBI ലൈഫ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം SBI ലൈഫ് ഒക്കെ വളരെയധികം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ളവരെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സെക്ടറിൽ ഏജന്റുമാർ വർക്ക് ചെയ്യുമ്പോൾ അവർ കൂടുതൽ എന്തുണ്ടാക്കുന്നു, വരുമാനം ഉണ്ടാക്കിയാൽ, കൂടുതൽ പോളിസികൾ എടുപ്പിച്ചാൽ നിങ്ങൾ എന്താണ് ലാഖ്പതി, ക്രോർപതി എന്നൊക്കെ പറയുന്ന ടേമുകൾ കേൾക്കാം. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസെന്റീവായിട്ട് പ്രൊഡക്റ്റുകൾ പലതും ഫ്രീ ആയി കിട്ടുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ദുബായ് ട്രിപ്പ്, അങ്ങനെയുള്ള ട്രിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ ഇൻസെന്റീവിന്റെ ഭാഗമാണ്. സോ ഇത് ഇറ്റ്സ് ഫോർ എംപ്ലോയീസ് എന്നുള്ളതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇവിടെ പറഞ്ഞ സ്കീം പ്രത്യേകം അറിഞ്ഞിരിക്കുക, PLI സ്കീം ഇറ്റ്സ് ഫോർ 14 സെക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാരണം 14 such schemes may be extended by a couple of years beyond 2025-26 when it officially ends എന്നാണ് പറഞ്ഞത്. അതായത് സ്കീമുകൾക്ക് ഒരു ടാർഗറ്റ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് ഇന്ന വർഷം വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലത്. പക്ഷേ ഇപ്പൊ പറയുന്ന പുതിയ രീതിയിൽ ഇത് 2025-26 വരെ ഇത് എന്താവാം, നീട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു ടേം ആണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞ സെഷനിൽ തോന്നുന്നു, ഈ ട്രിബ്യൂണലുകളെ കുറിച്ച് വേറൊരു സെഷനിലായിരുന്നു. ഓക്കെ യെസ്, അതായത് നാഷണൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്നത്, ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നോക്കുക,
National Green Tribunal has ordered the Chennai Metropolitan Development Authority to get approval from the Tamil Nadu State Coastal Zone Management Authority before carrying out any activity on the city's beaches besides cleaning and removing encroachments എന്നാണ് പറയുന്നത്. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവാണിത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ആദ്യം അറിയേണ്ടത് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ്. സോ ട്രിബ്യൂണൽ എന്നുള്ള കാറ്റഗറിയിൽ വേറെ ഏതെങ്കിലും ട്രിബ്യൂണലുകളുടെ പേര് പറയാൻ പറ്റുമോ? ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പോലെ വേറെ ഏതെങ്കിലും ട്രിബ്യൂണൽസിന്റെ പേര്, ട്രിബ്യൂണൽ ഓർ ട്രൈബ്യൂണൽ ഏതൊക്കെയാണ്? ട്രൈബ്യൂണൽ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ട്രൈബ്യൂണൽ എന്നുള്ള പേര് വെച്ചിട്ട് വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ? എനിവൺ? ഓക്കെ, ഞാൻ ചോദിക്കാം. സൗമ്യ, ഓഡിബിൾ ആണോ? സൗമ്യ? ഹലോ സർ, ഓക്കെ അല്ലേ? ഓഡിബിൾ ആണ്? ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ, യെസ്. അപ്പോ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ടേം ഇപ്പോൾ നമ്മളിവിടെ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതുപോലെ വേറെ ഏതെങ്കിലും ട്രിബ്യൂണൽ എന്നുള്ള പേര് കേട്ടിട്ടുള്ളതുണ്ടോ? അഡ്മിനിസ്ട്രേറ്റ് അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ? യെസ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. യെസ്, കറക്റ്റ്. ഓക്കെ, യെസ്. അത് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നുണ്ട്, CAT എന്ന പേരിലാണ്. അപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ പോലെ ട്രിബ്യൂണൽ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു കോടതി പോലെ വർക്ക് ചെയ്യുന്ന സംവിധാനം തന്നെയാണ്. ട്രിബ്യൂണൽസ് ആക്ടുകൾ ഉണ്ട്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ട്. അതുപോലെ ഇപ്പൊ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ദ ട്രിബ്യൂണൽ വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് ഔട്ട്കംസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലൂപ്പ് ഹോൾസ് ഓർ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, പല വ്യക്തികളുടെയും അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ, അതായത് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പലരും പല എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെ. സോ അവിടെ വരുന്ന അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, അപ്പൊ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും അത്തരം കേസുകളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. അപ്പോൾ ഇത് CAT എന്ന പേരിലാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അറിയപ്പെടുക. അപ്പൊ ഈ ഇവിടത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആണുള്ളത്. ഇവരാണ് ഇന്ത്യയിൽ എവിടെയും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഗ്രീൻ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായാൽ വി ക്യാൻ അപ്രോച്ച് ദീസ് കൈൻഡ് ഓഫ്. കാരണം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ കേസിൽ പറയുന്ന ഒന്നാണ് ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഗ്രീൻ ട്രിബ്യൂണൽ വേണം എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഇവിടെ ഇത് പറയാൻ കാരണം നമ്മൾ ഇവിടെ പറഞ്ഞ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം. അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ, അതായത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ത് പറഞ്ഞു? ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റിയോട് പറഞ്ഞു ദേ ഹാവ് ടു ഗെറ്റ് ദ അപ്രൂവൽ ഫ്രം തമിഴ്നാടു സ്റ്റേറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി. അതായത് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ ക്ലീനിങ്. ഓക്കെ, ഫോർ ദ ആക്ടിവിറ്റി ഓൺ ദ ബീച്ചസ് ബിസൈഡ്സ് ക്ലീനിങ്, റിമൂവൽ, എൻക്രോച്ച്മെന്റ്സ്. സോ ഇതിന് കാരണം പറയുന്നതാണ് ആസ് എ പാർട്ട് ഓഫ് 100 crore ചെന്നൈ ഷോർലൈൻ റീനറിഷ്മെന്റ് ആൻഡ് റീവൈറ്റലൈസേഷൻ പ്രോജക്ട്, ദ CMDA പ്ലാന്റ് ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇൻ കുറെ കോസ്റ്റൽ ഏരിയകൾ പറയുകയാണ്. അതായത് കാശിമേട്, തിരുവട്ടിയൂർ, ഇഞ്ചമ്പാക്കം, അങ്ങനെ പറയുന്ന കുറെ സ്ഥലങ്ങളിൽ പറയുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു? സൈക്കിൾ ട്രാക്ക്, ഫുഡ് കോർട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പണിയാണ്. ആൻഡ് പ്ലേ ഏരിയ ഇൻ കോസ്റ്റൽ റെഗുലേഷൻ സോൺ 2 വേർ സച്ച് ആക്ടിവിറ്റീസ് ആർ പ്രൊഹിബിറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോസ്റ്റൽ ഏരിയ സോൺ ഉണ്ട്. കോസ്റ്റൽ ഏരിയയിൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. കോസ്റ്റൽ ഏരിയ റെഗുലേഷൻ സോൺ അല്ലെങ്കിൽ ഏരിയ അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റിയാണ് ഈ സോണിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കോസ്റ്റൽ ഏരിയയിലും ഇത്തരത്തിൽ കൺസ്ട്രക്ഷനുകളോ അല്ലെങ്കിൽ എല്ലാം കാര്യങ്ങളും പാടില്ല. കാരണം എല്ലാ കോസ്റ്റൽ ഏരിയയും ഒരുപോലെയല്ല. നമ്മൾ ഇപ്പോൾ ഇതുപോലെ വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട് പറയുന്ന വളരെ ഇഷ്യൂസ് ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഇക്കോ സെൻസിറ്റീവ് സോൺ ആണ്. അതായത് അതിനെ ESZ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഇതിൽ തന്നെ ഇപ്പോ പറഞ്ഞ, അതായത് വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേരെന്താണ്? വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പഠിച്ച് വെസ്റ്റേൺ ഗട്ട്സിൽ എൻക്രോച്ച്മെന്റ്സ് പാടില്ല എന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാണ്? സൂരജ്?
ഏതാണ് ആ കമ്മിറ്റി? വെസ്റ്റേൺ ഗട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി. സൂരജ് ഓക്കെ അല്ലേ? ആ, ഏത് കമ്മിറ്റിയാണ് വെസ്റ്റേൺ ഗട്ട്സിനെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിലെ എൻക്രോച്ച്മെന്റ്സിനെതിരെ അല്ലെങ്കിൽ അവിടെയുള്ള ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റികൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി, റെക്കമെൻഡേഷൻ വെച്ചിട്ടുള്ള കമ്മിറ്റി? അതൊരു പ്രശസ്തമായിട്ടുള്ളത് വേറുണ്ടോ? അതെ. ഒരാളുടെ പേരിലുള്ള നമ്മുടെ എക്സാക്ട്ലി ഒരാളുടെ പേരാണ്. ആ വ്യക്തി ഒരു എൻവയോൺമെന്റലിസ്റ്റ് ആണ് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഓട്ടോബയോഗ്രഫി അടുത്ത കാലത്ത് ഇറങ്ങിയിരുന്നു. അതായത് അതിന്റെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് മലയാളം വേർഷൻ അടുത്താണ്. ഇംഗ്ലീഷ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് മലയാളം വേർഷൻ അടുത്ത കാലത്ത് മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്നു. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, അതാണ് ബുക്കിന്റെ പേര്. സോ അത് എഴുതിയ വ്യക്തി. ഓക്കെ, വേറെ ആരെങ്കിലും? എനിവൺ? ഓക്കെ, എനിവൺ ക്യാൻ ആൻസർ. കമ്മിറ്റിയുടെ പേര് എനിവൺ? സന്ധ്യ, സനത്ത്, ഓക്കെ, നീത, ഗ്രിഗറി, ക്രിസ്റ്റീന. ഓക്കെ, എല്ലാവർക്കും അല്ലേ? യെസ്, ഓക്കെ, യെസ്, ഗ്രിഗറി. ഓക്കെ, ഫൈൻ. സോ ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, ഗാഡ്ഗിൽ കമ്മിറ്റി ആണ്. ഗാഡ്ഗിൽ കമ്മിറ്റി മുമ്പ് സൂരജ് പറഞ്ഞ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ്. ഗാഡ്ഗിൽ വളരെ എപ്പോഴും ചർച്ചയിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അതും കേരളത്തിൽ നമ്മൾ ന്യൂസിലൊക്കെ മിക്കവാറും വരുന്നത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ന്യൂസിൽ വരും. അതാണ് സാധാരണ കാണാറുള്ളത്. ഇപ്പോൾ ചർച്ചയൊന്നും കാണാനില്ല. സോ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയായി എന്ന് പറഞ്ഞ് വീണ്ടും ഉണ്ടായി. ഇപ്പോൾ ന്യൂസിലൊന്നും ഇല്ല. ബട്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് വീണ്ടും ചർച്ച വരിക. അപ്പൊ അത് വെറുതും എന്താണ് ഒരു പൊളിറ്റിക്കലി റീഅലൈൻമെന്റ് എന്ന് പറയാം, അങ്ങനത്തെ രീതിയിൽ മാത്രം അതിനെ സൈഡ് ലൈൻ ചെയ്ത് പോകുന്ന ഒരു ഇഷ്യൂ ആണ്. ബട്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ കൂടിയാണ്. എൻവയോൺമെന്റലിസ്റ്റുകൾ അതിനെ കാര്യമായി പറയുന്നു. എന്നാൽ അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ പോലെ എപ്പോഴും ചർച്ചയിൽ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ അത് വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ടതാണ്. വെസ്റ്റേൺ ഗട്ട്സിനെ ഇതുപോലെ ഇക്കോ സെൻസിറ്റീവ് സോൺ ESZ എന്ന പേരിൽ Z1, Z2, 3 ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് ആ റിപ്പോർട്ട് വെച്ചിട്ടുള്ളത്. സോ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒരിക്കലും അതിൽ ഏറ്റവും ഡേഞ്ചർ സോണുകളിലേക്ക് മനുഷ്യർ കടന്നു ചെല്ലരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ ഈ പറയുന്ന പോലെ അവിടേക്ക് ചെല്ലാം, എന്നാൽ അവിടെ എന്ത് ചെയ്യരുത്? റിസൈഡ് ചെയ്യരുത്, നിങ്ങൾ പോയിട്ട് താമസിക്കരുത്. യു ക്യാൻ ഹാവ് ദ യുവർ എന്താണ് ആക്ടിവിറ്റീസ്, അതായത് ബിസിനസ് ആക്ടിവിറ്റീസ് ഓർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, അത് തന്നെ വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് അവിടെ പാറ പൊട്ടിക്കൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ട്രൈബൽ വിഭാഗങ്ങൾക്കൊക്കെ കാട് ഇല്ലാതെ പറ്റില്ല. സോ ദേ ക്യാൻ ഗോ ഫോർ ദെയർ ലിവിങ്. ജീവിതത്തിന്റെ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് കാട്ടിൽ പോയി വിറക് ശേഖരിക്കുന്നതിനും ഒക്കെ നിയമങ്ങളുണ്ട്. അപ്പൊ ഇത് ചെയ്യാനുള്ള അധികാരവും കൊടുക്കാം എന്നാണ് പറയുന്നത് സെക്കൻഡ് സോണുകളിൽ. ആൻഡ് വേറൊരു സോൺ പറയുന്നത് നിങ്ങൾക്ക് ചെല്ലാം, ബിസിനസ് ആക്ടിവിറ്റി നടത്താം. അത് കുറച്ചുകൂടി നാട്ടിലേക്ക് അടുത്ത് വരുന്നതാണെന്ന് പറയാം. എന്നാൽ ഈ സോണുകൾ ഇതിനൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ഇഷ്യൂസും ഒക്കെ ഉണ്ടായി. കാരണം ഇത് പല സ്ഥലങ്ങളിലും ആൾക്കാർ ഇപ്പോൾ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇഷ്യൂ ആണ്. ഒരിക്കലും അവരെ പിടിച്ചു മാറ്റാൻ എളുപ്പമല്ല. ദെൻ അപ്പോൾ അതിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാൻ, ഈ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അതാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി പറഞ്ഞ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ഇതിനെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ. ബട്ട് കസ്തൂരിരംഗൻ കമ്മിറ്റി ചെയ്തത് 3 ക്ലാസിഫിക്കേഷന് പകരം 2 ക്ലാസിഫിക്കേഷനായിട്ട് തിരിച്ചു, 2 ആക്കിയെന്ന് മാത്രം. ഒന്ന് പറ്റുന്ന സ്ഥലവും പറ്റാത്ത സ്ഥലവും. ദെൻ ഇതിനെക്കുറിച്ച് പഠിച്ച കേരള ഗവൺമെന്റ് വെച്ച ഒരു കമ്മിറ്റി ഉണ്ട്, ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഉമ്മൻ കമ്മിറ്റിയും ഇതിനെക്കുറിച്ച്, അത് ഈ പറയുന്ന കസ്തൂരിരംഗൻ കമ്മിറ്റിയെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ്. അപ്പൊ ഇത് 3 കമ്മിറ്റികളുണ്ട്. സോ ഇത് പറയുമ്പോൾ ഈ നമ്മൾ ഇത് പറഞ്ഞത് പക്ഷേ കോസ്റ്റ് സോണിന്റെ അല്ല, ഇതൊക്കെ പറഞ്ഞത് വെസ്റ്റേൺ ഗട്ട്സിന്റെ കേസിലാണ്. ഇതുപോലെ കോസ്റ്റൽ ഏരിയകളിലും ഇതേ ഇഷ്യൂസ് ഉണ്ട്. കോസ്റ്റൽ ഏരിയ പല കേസുകളിലും കടലെടുക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പണിയാൻ പറ്റില്ല.
അപ്പോൾ കോസ്റ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നതും കോസ്റ്റൽ സോണുകളുടെ സെക്യൂരിറ്റി റെഗുലേഷൻ ചെയ്യുന്ന കമ്മിറ്റി, ഒരു അതോറിറ്റി ഉണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഗവൺമെന്റ് ആയാലും ആക്ടിവിറ്റികൾ ചെയ്യാവൂ. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മോഡേണൈസേഷൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് കോസ്റ്റൽ ഏരിയ ആണ്. ചില ബീച്ചുകൾ പോലെ നിർമ്മിച്ച് നന്നാക്കി എടുക്കുക, കോസ്റ്റൽ ഏരിയകളെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ പക്ഷെ എല്ലാ സ്ഥലത്തും അത് നന്നാവില്ല. കാരണം ചില സ്ഥലങ്ങളിൽ അത് ഫിഷർമെൻ, മീൻപിടുത്തക്കാരുടെ ജീവിതത്തെ ബാധിക്കാം. സോ ഇവിടെ ഇപ്പൊ ഇത് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു ഇതുപോലെ ഒരു വാക്ക് വേ പണിയുന്നുണ്ട്. അതായത് വളരെ നീളത്തില് ഏഷ്യയിലെ തന്നെ ഒരു ബീച്ചൊക്കെയാണ്. ഏത് ബീച്ചാണത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. സോ അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഒരു ബീച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് സൈഡിൽ വാക്ക് വേ ഒക്കെ പണിതുകൊണ്ട് അതുപോലെ പാർക്കും ഒക്കെ ആയിട്ട് വളരെ മികച്ച രീതിയിലേക്ക് പണി നടന്നു അത് ഇനാഗുറേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഏതാണ് ആ ബീച്ച്? ഇനി ഐഡിയ? വർക്കലയാണോ? ഏതാണ് സുരജ്? വർക്കലയാണോ? വർക്കല വർക്കല അല്ല. വർക്കല ഏത് ജില്ലയിലാ? വർക്കല ഏതാ ജില്ല വരിക? കോഴിക്കോട്. കോഴിക്കോട് വർക്കല കോഴിക്കോടാണോ? കോഴിക്കോട്. വർക്കല. ഓക്കെ, വർക്കല ട്രിവാൻഡ്രം ആണ്. ഓക്കെ, വർക്കല എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണ്. വർക്കല. ഓക്കെ, വർക്കല വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസ് ഇൻ കേരള. നല്ല ബീച്ചുകളിൽ പെട്ടതാണ് വർക്കല. ഓൾറെഡി മോഡേണൈസ്ഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ കോവളം എന്ന് പറയുന്ന പോലെ. ഓക്കെ, ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെയാണ് വർക്കല വരുന്നത്. ഇത് വർക്കല അല്ല, ഇത് വേറൊരു ബീച്ചാണ്. ഇനി അടുത്ത കാലത്ത് അങ്ങനെ ന്യൂസിൽ ആരെങ്കിലും കണ്ടിരുന്നോ? ഓക്കെ, സന്ധ്യ. ഓക്കെ, സനത്ത്. വേറെ ആരെങ്കിലും ആൻസർ? ഓക്കെ, ക്രിസ്റ്റീന. എനിവൺ? ഓക്കെ, ഏഷ്യയിലെ, ഇതിനൊരു ക്ലൂ തരാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ലോങ്സ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച് ആണത്. ഏഷ്യാസ് ലോങ്സ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? ഏഷ്യാസ് ലോങ്സ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ് ബീച്ച്? ബീച്ച് നെയിം ഏതായിരുന്നു സൂരജ്? മറീന ബീച്ച് അല്ല. മറീന ബീച്ച് ലോങ്സ്റ്റ് ബീച്ച് ഇൻ ഇന്ത്യ ആണ്. അത് വരുന്നത് ചെന്നൈയിലാ. മറീന ബീച്ച് എന്ന് പറയുന്നത് ചെന്നൈ ബീച്ചിന്റെ പേരാണ്. ഇത് ലോങ്സ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച്. അതായത് ഇതിന്റെ പ്രത്യേകത, സാധാരണ ബീച്ചുകളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല, വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് പക്ഷെ അവിടെ ഓടിക്കാം. അത് മിക്കവാറും കാണാം റീലുകളിലൊക്കെ പലരും അത് ഇടാറുണ്ട്. ആ സ്ഥലത്തെ കേരളത്തിലുള്ള ബീച്ചാണത്. ലോങ്സ്റ്റ് ആണ്. ഏഷ്യയിലെ തന്നെ ലോങ്സ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ചാണ്. യെസ്, ഏതാണ് സൂരജ് പറഞ്ഞത്? സ്ഥലം ക്ലിയർ ആയില്ല. മുഴപ്പിലങ്ങാടിയാണോ? മുഴപ്പിലങ്ങാടി. യെസ്. ഓക്കെ, യെസ്, എക്സാക്ട്ലി. യെസ്, കറക്റ്റ്. മുഴപ്പിലങ്ങാടാണ്. മുഴപ്പിലങ്ങാട് ഏത് ജില്ലയാണ്? ജില്ല? ഓക്കെ, കണ്ണൂര്. യെസ്, കറക്റ്റ്. ഓക്കെ, കണ്ണൂരാണ്. അപ്പൊ കണ്ണൂരിന്റെ പ്രത്യേകത അതിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, കണ്ണൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റില് ദ ഡിസ്ട്രിക്ട് വിത്ത് ലോങ്സ്റ്റ് കോസ്റ്റൽ ഏരിയ, അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ സോൺ എന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങളിലാണ്. ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂര്. ഏറ്റവും കുറവുള്ളത് കൊല്ലം. ഓക്കെ, കൂടുതൽ കണ്ണൂർ, കുറവ് കൊല്ലം. ഓർത്ത് വയ്ക്കാൻ. ഇറ്റ്സ് ഓക്കെ. സോ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ബീച്ചുകൾ ഇതുപോലെ വരുന്നുണ്ട്. ധർമ്മടം, അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. മുഴപ്പിലങ്ങാടാണ് അതിൽ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ അറിയുന്നത്. പിന്നെ പയ്യാമ്പലം. സോ ഇങ്ങനെ കുറെ ബീച്ചുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏഴിമല എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കോസ്റ്റൽ ഏരിയയിലുള്ള നേവൽ ബേസ് ആണ്. ഓക്കെ, ഏഴിമല നേവൽ അക്കാദമി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ ഒരു കോസ്റ്റ് ലൈനിലാണ്. അതൊക്കെ കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ്. സോ ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നമ്മൾ പറയാൻ കാരണം ഇത് അറിഞ്ഞിരിക്കുക, ഈ കോസ്റ്റൽ സോൺ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അതിനെക്കുറിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പക്ഷെ ഇവിടെ അത് പറയുന്നുണ്ട്. അതായത് സോണുകൾ, ഈ കോസ്റ്റൽ ഏരിയ എങ്ങനെയൊക്കെയാണ് തിരിച്ചിട്ടുള്ളത് എന്ന് എഴുതിയിട്ടുണ്ട്. അത് വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ 2019 പ്രകാരമാണ്.
അതായത് CRZ1, CRZ2, CRZ3 അങ്ങനെ 2-3 മോഡലുകളിൽ തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതില് CRZ1 എന്നുള്ളതിനെ തന്നെ A-B എന്നുള്ള പേരിലൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് എൻവയോൺമെന്റലി മോസ്റ്റ് ക്രിട്ടിക്കൽ. CRZ1B എന്ന് പറയുന്നത് കംപ്രൈസസ് ഓഫ് ഇന്റർടൈഡൽ സോൺ ഏരിയ ബിറ്റ്വീൻ ലോ ടൈഡ് ആൻഡ് ഹൈ ടൈഡ് ഏരിയ. അതായത് ഇത് വളരെ ഡേഞ്ചർ സോണിലുള്ളതിനെയാണ് A എന്ന് കൊടുത്തിട്ടുള്ളത്, അതായത് CRZ1A. ദെൻ CRZ1B വരുന്നു. പിന്നെ 2 എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്ഡ് ലാൻഡ് ഏരിയാസ് ക്ലോസ് ടു ദ ഷോർ ലൈൻ വിത്തിൻ ദ എക്സിസ്റ്റിംഗ് മുനിസിപ്പൽ ലിമിറ്റ്. അത് മുനിസിപ്പൽ ലിമിറ്റിനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡ് ഏരിയയോട് കൂടിയ സ്ഥലങ്ങളെയാണ്. സോ ഇങ്ങനെ ഇതിനെ തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതില് CRZ3 എന്ന് പറയുന്നതാണ് ഇവിടെ ചർച്ചയിലുള്ളത്. അപ്പൊ അവിടെ ആ സെഡിനെയും ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, A-B എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് CRZ3A എന്ന് പറഞ്ഞാൽ സച്ച് ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയാസ് വെയർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് മോർ ദാൻ 2161 per square kilometer 2011 സെൻസസ്. സോ ജനസംഖ്യ വളരെയധികം കൂടുതലുള്ളതും അത്രയധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതുമായ കോസ്റ്റൽ സോണുകളെയാണ് CRZ3A എന്ന പേരിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്ന ഏരിയയും ഈ പറയുന്ന പോലെ CRZ സോണിൽ വരുന്നതാണ്, വളരെയധികം ജനസംഖ്യയുള്ള സ്ഥലങ്ങളുമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കോൺസെപ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണ്. ബിക്കോസ് സോളാർ അറിയാലോ, സോളാർ എന്ന് പറയുന്നത് വളരെയധികം ചർച്ചയിലുള്ള ഒരു എനർജി സോഴ്സ് ആണ്. അതിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് റിന്യൂവബിൾ എന്ന് പറയുന്ന ഒരു എനർജിയാണ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി റിന്യൂഡ്, നമുക്ക് റീചാർജ് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ? സാധാരണ എനി ക്വസ്റ്റ്യൻസ് എന്ന് പറയാം, മിക്കവാറും ഏതൊരു എക്സാം കോണ്ടെക്സ്റ്റിലും ചോദിക്കുന്ന ഒരു സംഭവമാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് റിന്യൂവബിൾ സോഴ്സും നോൺ റിന്യൂവബിൾ സോഴ്സും. സോ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ അതിലെ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിന്യൂഡ്, അത് പുതുക്കാം. കാരണം അത് നമ്മൾ അതിൽ ഒറ്റ വാക്ക് ഓർക്കേണ്ടതാണ്, ഇത് നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് അവസാനിക്കില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ സോളാർ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ സോളാർ എടുക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. സോ സൂര്യപ്രകാശത്തിനെ ഉപയോഗിച്ച് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ എനർജി ഉപയോഗിക്കുക, ഇത്രയേ ഉള്ളൂ. ബട്ട് നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ആ എനർജി ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, ഇപ്പോഴാണല്ലോ അതിൻ്റെ ഐഡിയ കിട്ടിയത്. എന്നാൽ സോളാർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ ആ എനർജി കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ എനർജിയെ നമുക്ക് ഇപ്പം മനസ്സിലായി വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. സോ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. അഥവാ നമ്മളത് ഉപയോഗിച്ചില്ല, കൺവേർട്ട് ചെയ്യുന്നില്ല എങ്കിലും ആ എനർജി സോഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. സോ ഇറ്റ് ക്യാൻ ബി റിന്യൂഡ്. ഇനിയും എനർജി എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം, വീണ്ടും പുതുക്കാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. ബട്ട് ചില എനർജി സോഴ്സുകൾ അങ്ങനെയല്ല, നമ്മൾ എടുക്കും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ എടുക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എനർജി സോഴ്സ് അറിയുന്നതാണ് എങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു മാത്രം. ഓക്കെ, ഏതാണ്? ഓയിൽ. യെസ്, ഓയിൽ അല്ലേ പറഞ്ഞത്? അതെ അതെ, ഓയിൽ. ഓക്കെ, യെസ്. ഓയിലിൽ തന്നെ അതിൽ തന്നെ വേണമെങ്കിൽ കുറെ ക്ലാസിഫിക്കേഷൻ പറയാം, എങ്കിലും സ്റ്റിൽ വി ആർ യൂസിങ് പെട്രോളിയം. ഓക്കെ, പെട്രോളിയം എന്ന ഒറ്റ കാറ്റഗറിയിൽ പറയാം. പെട്രോളിയം എന്ന് പറയുമ്പോൾ ഒരു ഉൽപ്പന്നമല്ല. പെട്രോളിയം ഈസ് എ കോമ്പിനേഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ പെട്രോളിയം എന്ന് പറയുന്ന ഒരു വളരെ തിക്ക് ഫോമിൽ, ഒരു ജെല്ലി പോലെ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഫോമിൽ ബ്ലാക്ക്, വളരെയധികം എന്താണ് ഡാർക്ക് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അത് കിട്ടുക. ഓക്കെ, നമ്മൾ ഓയിൽ റിഗുകളുണ്ട്, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നു. ഇപ്പോൾ സൗദി, ഇറാൻ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ തന്നെ, ഖത്തർ, സോ ഇത്തരം ഗൾഫ് റീജിയൻ GCC കൺട്രീസ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും രാജ്യങ്ങൾ, ഒപെക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒപെക് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നവരാണ്. ഒപെക് എന്താണെന്നുള്ളത് നോക്കുക. ഒപെക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. സോ അതിൽ എത്ര രാജ്യങ്ങളുണ്ട്? അതിൽ നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം അതിൽ മെമ്പറാണ് എന്ന് പറഞ്ഞിരുന്നു. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ പ്രത്യേകത, നമ്മളിത് വാങ്ങുന്നത് ബാരൽ എന്നുള്ള കണക്കിലാണ്. പെട്രോളിയം വാങ്ങുന്നതൊക്കെ ബാരൽ കണക്കിലാണ്. അപ്പോൾ ഈ ബാരൽ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കണക്കുണ്ട്.
അപ്പോൾ ഒരു ബാരൽ സാധാരണ ക്വസ്റ്റ്യനിലൊന്നും അധികം കണ്ടിട്ടില്ല, ബട്ട് ഒരു വളരെ റയർലി ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. 1 ബാരൽ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? സോ എനി ഐഡിയ? 1 ബാരൽ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ഉണ്ട്? അതായത് പെട്രോൾ നമ്മൾ വാങ്ങുമ്പോൾ 1 ബാരൽ 2 ബാരൽ അങ്ങനെയാണ് വാങ്ങുക. പെട്രോളിയം ആയിട്ടാണ് വാങ്ങുക. എന്നിട്ട് നമ്മളത് നമ്മളുടെ റിഫൈനറികളിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്ത് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് വേർതിരിക്കുകയാണ് ചെയ്യുക. പെട്രോളിയം ആയിട്ടാണ് വാങ്ങുക. സോ അത് 1 ബാരൽ 2 ബാരൽ അല്ലെങ്കിൽ എത്രയാണ് ബാരൽ അങ്ങനെ വാങ്ങും. അപ്പോൾ ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? യെസ്, എനിവൺ? അപർണ? ഓക്കെ, അപർണയോടൊന്നും ചോദിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? സർ ഞാൻ Okay. ലേറ്റ് ആയിട്ടൊക്കെ അറിയത്. ഓക്കെ ഓക്കെ, യെസ് യെസ്. കുഴപ്പമില്ല, ഞാൻ അപർണ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചോദിക്കാം. സോ ഓക്കെ, അപർണയെ മുമ്പ് കണ്ടില്ലേ? പറഞ്ഞ പോലെ പേര് ഞാൻ കണ്ടില്ല, എപ്പോഴാണ് ജോയിൻ ചെയ്തതല്ലോ അല്ലേ? ഓക്കെ. സോ എത്രയാണ്, അതായത് എനി ഐഡിയ? ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗസ് ആയിട്ട് പറഞ്ഞാലും മതി. 1 ബാരൽ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? 1 ബാരൽ നമ്മൾ പെട്രോളിയം കമ്പനികൾ പേപ്പറിലൊക്കെ ഇടയ്ക്ക് വരാം ന്യൂസ്. 1 ബാരൽ വാങ്ങി, ഒരു വീപ്പ എന്നുള്ളതാണ് അതിന് പറയുന്നത്. സോ ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് വരിക? ഒരു 100. ഓക്കെ, ഇനി അത് കുറച്ചും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ കുറച്ചും കൂടി 150 കൂടുതലാണ്. ഒക്കെ. ഓക്കെ, യെസ്, നിയർ ടു കറക്റ്റ് ആണ് ഏകദേശം. സോ 159 ലിറ്റേഴ്സ് ആണ്. ലിറ്റേഴ്സ് ഓഫ് പെട്രോളിയം ഈസ് നോൺ ആസ് 1 ബാരൽ. ഓക്കെ, കൃത്യമായ കണക്ക് അതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പറയുന്ന കണക്ക് അതാണ്, 159 ലിറ്റേഴ്സ്. അപ്പോൾ ബാരൽ എന്ന് പറയുമ്പോൾ നമുക്കത് തരുന്നത് ലിറ്റർ കണക്കിനാണ്. പെട്രോളിയം 1 ലിറ്റർ 2 ലിറ്റർ അല്ലെങ്കിൽ അങ്ങനെയാണ്. എന്നാൽ ഇത് നോക്കിയാൽ അറിയാം 1 ബാരലിന് ഇറ്റ്സ് അബൌട്ട് ഇത്ര ഡോളർ. അപ്പോൾ ഇതിന്റെ വില ഇടിയുമ്പോൾ വളരെയധികം കുറയാറുണ്ട്. ഇപ്പോൾ $40 അല്ലെങ്കിൽ ഇത്ര രൂപ എന്നുള്ള കണക്കിലുണ്ടാവാം അപ്പോൾ ഒരു ബാരലിന് ഇത്ര ഡോളർ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. $40 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇടിഞ്ഞു. പെട്രോളിയത്തിന്റെ വില വളരെ താഴെയാണത്. സോ ചിലപ്പോൾ ചില കേസുകളിൽ $80 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വളരെ ഉയർന്നു നിൽക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇത് ഇന്ത്യയിലെ കമ്പനികളിലേക്ക് വന്ന് ഇന്ത്യയിലെ റിഫൈനറികളിൽ വെച്ച് ഇതിനെന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്ത് പെട്രോളിയം, ഡീസൽ, മറ്റുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെയും വേറെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കും. പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും ഏറ്റവും കൂടുതൽ ഇതിൽ മറ്റ് സൈഡ് പ്രൊഡക്ട്സുകളുണ്ട്. ഒരുപാട് ജെല്ലി ടൈപ്പ് പ്രൊഡക്ട്സുകൾ കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ കോസ്മെറ്റിക്സിലൊക്കെ. അതായത് ഷൈനിങ് ടൈപ്പ് അങ്ങനെയാണ് ഈ കോസ്മെറ്റിക്സുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളിലൊക്കെ എന്ത് വരുന്നത്, നമ്മളത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്തോ ഒരു വ്യത്യാസം മുഖത്ത് ഫീൽ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ആ തിളക്കമാണ്. ആ തിളക്കം എന്ന് പറയുന്നത് ആക്ച്വലി അതിലുള്ള കണ്ടന്റ് ആണ്. ഓക്കെ, അതായത് മിനറൽ കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെഗ്രിഗേറ്റഡ് ഫ്രം ദ പെട്രോളിയം. പെട്രോളിയം ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം. പെട്രോളിയത്തിന്റെ സൈഡ് പ്രൊഡക്ട്സ് ആണത്. അപ്പൊ അതിനൊക്കെ വളരെയധികം വിലയുള്ളതാണ്. അത് പല കമ്പനികളിലേക്കും അപ്പോൾ എന്ത് ചെയ്യും? വളരെ ഉയർന്ന വിലകൾക്ക് അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറയാൻ കാരണം ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. പെട്രോളിയമായിട്ട് ഇതിന് ബന്ധം ഇല്ല. ഇന്റർനാഷണൽ സോളാർ അലയൻസ് പറയാൻ കാരണം സോളാർ അലയൻസ് സോളാർ ഈസ് ആൻ എസെൻഷ്യൽ എനർജി വിച്ച് ക്യാൻ ബി കോൾ ഇറ്റ് ആസ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് റിന്യൂവബിൾ എനർജിയാണ്. ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇന്ത്യയുടെ അഡ്വക്കസിയിലാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇന്ത്യയാണ് ഇത് മുന്നോട്ട് വെച്ചത് ആശയം. സോ ഇത് ഫ്രാൻസിൽ വെച്ചിട്ടാണ് ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം സ്പെയിൻ ഹാസ് ബിക്കം ദ 99th മെമ്പർ ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പൊ ഇതൊരു വലിയ സക്സസ്ഫുൾ സംഘടനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 99 മെമ്പർമാർ ഇപ്പോൾ ആയി, സ്പെയിൻ അടക്കം. അപ്പൊ ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള രാജ്യങ്ങളാണ് സത്യത്തിൽ ആദ്യം ഇതിൽ ജോയിൻ ചെയ്തത്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരുപാട് ജോയിൻ ചെയ്തു. കാരണം അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇത് എന്താണ് ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ GCC പോലെ ഇപ്പൊ ഒപെക് രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ട്. കാരണം ഒപെക് രാജ്യങ്ങൾ ജീവിച്ചു പോകുന്നത് പെട്രോളിയം വിറ്റിട്ടാണ്. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? പെട്രോൾ വിൽക്കുന്നതിന്റെയും വിലയെക്കുറിച്ചൊക്കെ അവർ ഡിസൈഡ് ചെയ്യും. ലോകത്തിൽ അതാണ് നിയമം. സോ ഇതുപോലെ ഇപ്പോ GCCയെ ആശ്രയിച്ച് നിന്നിരുന്നതിൽ നിന്ന് ആൾക്കാർക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മാറുമ്പോൾ, ജിയോ പൊളിറ്റിക്സ് മാറുമ്പോൾ സോളാർ അലയൻസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം, എങ്കിൽ നമുക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് കുറെ രാജ്യങ്ങൾ കൂടിച്ചേരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? ഇനി പ്രൊഡക്റ്റുകളെ നമ്മൾ സോളാറിലേക്ക് മാറ്റിയാൽ പെട്രോളിയം പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയും.
ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുക. അത് സത്യത്തിൽ GCC പോലെയുള്ള അല്ലെങ്കിൽ ഗൾഫ് കമ്പനികൾ അല്ലെങ്കിൽ ഗൾഫ് റീജിയൻ എന്ന് പറയുന്ന റീജിയന് വളരെയധികം തളർച്ചയുണ്ടാക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ അത് എന്താണ്, പെട്ടെന്നൊന്നും അത് ഇല്ലാതാവില്ല. ബട്ട് സൈഡ് ബൈ സൈഡ് അത് എന്താവും, ഇലക്ട്രിക് ഇപ്പോൾ കാണാലോ, നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളിലേക്ക് മാറുന്നുണ്ട്. അതൊക്കെ ഒരു പോളിസിയുടെ ഭാഗമാണ്. ഇലക്ട്രിക് പോളിസിയിലേക്ക് മാറുന്നു. അതുപോലെ സോളാർ സപ്പോർട്ട്, കൂടുതൽ സോളാർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സോ ഇതൊക്കെ ഒരു എന്താണ്, പോളിസിയുടെ ഭാഗമാണ്. ഇന്ത്യയിലുള്ള പോളിസികളുടെ ഭാഗം കൂടിയാണത്. ഓക്കെ, സോ ഇന്റർനാഷണൽ സോളാർ അലയൻസ് അതാണ്. ഇതിന് കുറെ ലക്ഷ്യങ്ങളുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദിസ് വുഡ് ഹെൽപ്പ് മിറ്റിഗേറ്റ് സോളാർ എമിഷൻ, ഗ്ലോബൽ സോളാർ എമിഷൻ ടു ദ ടൺ ഓഫ് 1000 million tons ഓഫ് CO2 എവറി ഇയർ. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഒരു കാരണം പറയുന്നത്. സോ ഇത് കുറെ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എങ്കിൽ പോലും ഇത് ഇവിടുത്തെ കോൺസെപ്റ്റിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 99th മെമ്പർ ഓഫ് സോളാർ അലയൻസ് സ്പെയിൻ ആണ്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, എക്സ്പാൻഷൻ ഓഫ് ഗ്ലേസിയൽ ലേക്സ് ഇൻ ഹിമാലയാസ്. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം, the satellite monitoring data by ISRO has shown a large expansion in glacial lakes between 1984-2023. ഇത് ഒരു ഇമ്പാക്റ്റ് ആണ്, എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിൽ വന്ന ഒരു സംഭവമാണ്. അതായത് ഗ്ലേസിയൽ ലേക്സിന്റെ എണ്ണം കൂടി എന്നാണ് പറയുന്നത്. അതായത് ഗ്ലേസിയൽ ലേക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗ്ലേസിയറുകളിൽ നിന്ന്, അതായത് മഞ്ഞുപാളികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ലേക്കുകൾ. സോ ആ ലേക്ക് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, മഞ്ഞുരുകിയിട്ടാണ്. അപ്പോൾ അത്തരം ലേക്കുകളുടെ എണ്ണം കൂടി എന്നാണ് പറയുന്നത്. മുമ്പ് വളരെ കുറച്ച് ലേക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പല ഹിമാലയൻ റേഞ്ചസിന്റെ ഇടയിലും പല സ്ഥലങ്ങളിലും ഒരുപാട് പുതിയ പുതിയ ലേക്കുകൾ വരുന്നു. അപ്പൊ അത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അത് മോശമാണ്. ബിക്കോസ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഗ്ലേസിയർ കോൺസെപ്റ്റുകളെല്ലാം മെൽറ്റ് ആവുന്നു. അപ്പൊ എൻവയോൺമെന്റലി വളരെ ഇഷ്യൂ നേരിടുന്നുണ്ട്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് വലിയ ഇഷ്യൂ ആണ്. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ തെളിവുകളാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിലുള്ളത്. അപ്പൊ ഇതിന്റെ കോസസ് അടിയിൽ കൊടുത്തിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ്, ഗ്ലേസിയേഴ്സ് മെൽറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ലേക്കുകൾ കൂടും, അതുപോലെ പുതിയ വാട്ടർ ബോഡികൾ ഫോം ചെയ്യും. ദെൻ ഇത് വേറൊരു ഇമ്പാക്റ്റ് സംഭവിക്കുക, ക്ലൈമറ്റിൽ പല ജീവികളെയും ബാധിക്കും. പിന്നെ സീ ലെവൽ റൈസ് ഉണ്ടാവും. അത് ഇപ്പൊ ഹിമാലയൻ റേഞ്ചസിന്റെ ഒക്കെ അതിന് വലിയ ഇഷ്യൂ പറയാനില്ല. പക്ഷേ അന്റാർട്ടിക്ക ആൻഡ് ആർട്ടിക് ആ പ്രദേശങ്ങളിലൊക്കെ മഞ്ഞുരുകി തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു PDF നോക്കാം നമുക്ക്. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് G7 എന്ന് പറയുന്നതാണ്. ഇപ്പോ എന്താണ് ആദ്യം തന്നെ അറിയേണ്ടതാണ്, G7 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സനത്ത്, G7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എല്ലാവർക്കും ഇപ്പൊ കാണുന്നില്ലേ, സ്ക്രീനൊക്കെ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഹലോ. കാണുന്നുണ്ട് സാർ, ഓക്കെയാണ്. ഓക്കെ, യെസ്. ഓക്കെ, സോ വാട്ട്സ് ദ ആൻസർ? സനത്ത്. ഓക്കെ, സനത്ത്, G7 എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോ? സനത്ത് ഓഡിബിൾ അല്ലേ? ഓക്കെ, സനത്ത് ഓഡിബിൾ അല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ആൻഡ് ഓക്കെ, വാട്ട് അബൌട്ട് ഓക്കെ ക്രിസ്റ്റീനയുടെ ഓക്കെ, ക്രിസ്റ്റീനയുടെ വോയിസ് ഓക്കെ ആണ്. സോ എന്താണ് G7? അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസിന്റെ നെയിം അല്ലേ?
യെസ്, ഓക്കെ. അപ്പോൾ G7 ഇന്ത്യ മെമ്പർ ആണോ? അല്ല. അല്ല. ഓക്കെ. അപ്പോൾ G20 ഇന്ത്യ മെമ്പർ ആണോ? G20 ആണോ? ഹലോ. യെസ് സർ, ആണ്. ആണ്. ഓക്കെ. സോ G7 G7 കറക്റ്റ് ആണ്. G7 എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അതാണ് അവിടുത്തെ സംഭവം. സോ ലോകത്തിലെ ഏറ്റവും ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അവർ ശരിക്കും അത് ഫോം ചെയ്തത് ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് ഇക്കണോമിക് എന്ന് പറയാം, ഇക്കണോമിക് ഓർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആണ്. ബട്ട് നൗ ദേ ആർ ഡിസൈഡിങ് ഓൺ വേരിയസ് തിങ്സ്. ഇപ്പൊ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ കാരണം, the US Treasury Secretary Janet Yellen said on Thursday that she wants market-driven countries to present a wall of opposition to China over its state-driven industrial policies. A key issue is pushing. അതായത് ചൈനക്കെതിരെ ആക്ച്വലി G7 തിരിയുന്നു എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അതായത് ചൈന കൊണ്ടുവരുന്ന വെല്ലുവിളികളാണ് ഇത്തരം രാജ്യങ്ങൾക്കൊക്കെ. കാരണം ചൈന സത്യത്തിൽ ഡെവലപ്ഡ് രാജ്യമായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. കാരണം ഡെവലപ്ഡ് ആവണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ക്രൈറ്റീരിയ വെച്ചിരിക്കുകയാണ്. സോ തുടർച്ചയായിട്ട് എന്ത് വേണം, ഗ്രോത്ത് എന്ന് പറയുന്ന, അതായത് GDP ഗ്രോത്ത് ഒരു നിശ്ചിത ശതമാനം വെക്കുന്നു, 10% അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എപ്പോഴും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. സോ അത് സ്ഥിരമായിട്ട് പോവുകയും പിന്നെ അത് എല്ലാ സെക്ടറുകളിലും കാണിക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയകൾ അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ചൈന എല്ലാ മേഖലകളിലും അത് സക്സസ് ആയിട്ടില്ല. അപ്പോൾ ചൈന പക്ഷെ മാനുഫാക്ചറിങ് സെക്ടറിൽ വളർന്നു. ആൻഡ് ദേ ആർ മേക്കിംഗ് ഹ്യൂജ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയാം. ലോകത്തിൽ ചൈനീസ് പ്രൊഡക്ട്സ് ഇല്ലാത്ത രാജ്യങ്ങളില്ല, ചൈനീസ് ഇന്റർവെൻഷൻ ഇല്ലാത്ത പ്രൊഡക്ട്സുകളും ഇല്ല. സോ അങ്ങനെയാണ് അത് കിടക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് മാർക്കറ്റ് ഡ്രിവൻ കൺട്രീസ് എന്ത് ചെയ്യണം, ടു പ്രസന്റ് എ വാൾ ഓഫ് ഓപ്പോസിഷൻ ടു ചൈന. അതായത് മാർക്കറ്റ് ഡ്രിവൺ രാജ്യങ്ങളെല്ലാം, അതായത് മാർക്കറ്റ് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ്സ്. ഇപ്പൊ അമേരിക്ക ഒരു മാർക്കറ്റ് ഡ്രിവൺ ഇക്കോണമിയാണ്. അപ്പൊ അത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യാം, ദേ ഹാവ് ടു ഒപ്പോസ് ദ ചൈന ത്രൂ, അവിടെ പറയുന്നൊരു ടേമാണ് വാൾ ഓഫ് ഓപ്പോസിഷൻ. സോ അതിനെ എന്ത് ചെയ്യണം, എതിർക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് പറയാണ്, മെനി കൺട്രീസ് ബിയോണ്ട് ദ G7 advanced industrial democracies were concerned about China's over investment in electric vehicles, solar, അതിലൊക്കെ വരുന്നു, ഇൻക്ലൂഡിങ് മെക്സിക്കോ, ഇന്ത്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക. അതായത് ചൈനയുടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകളിൽ എതിർപ്പുള്ള അല്ലെങ്കിൽ താല്പര്യക്കുറവുള്ള വേറെ ചില G7 ഉൾപ്പെടാത്ത രാജ്യങ്ങളാണ് മെക്സിക്കോ, ഇന്ത്യയും സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ. സോ without changes in Chinese policy, including their shift from increasing production to boosting domestic demand, market-driven economies face a flood of cheap products. അതായത് നമുക്ക് അറിയുന്നതാണത്. ഇപ്പൊ ഈ G7 അത് അവരൊരു വലിയ ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് വെച്ചു എന്നാണ് പറയുന്നത്. അതായത് G7 പോലും ആരുടെ പോളിസികൾ ബാധിക്കുന്നുണ്ട്, ചൈനീസ് പോളിസികൾ. അതായത് ചൈന നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് എന്നുള്ള സംഭവം അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം G7 എന്ന് പറഞ്ഞാൽ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന മോസ്റ്റ് പവർഫുൾ കൺട്രീസ് ആണ്, ഇക്കണോമിക്കലി ആൻഡ് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ്, അത്രയും വലിയ എക്കോണമികളാണ്. സോ അവരുടെ ഇക്കോണമിയെ ചൈനീസ് പ്രൊഡക്റ്റുകൾ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറമാണ്. സോ അത്രയും അധികം ചൈനീസ് ഇന്റർവെൻഷൻ ഉണ്ട്, ചൈനീസ് പ്രൊഡക്റ്റുകൾ. പക്ഷെ അവർ പറയുന്ന ഇഷ്യൂ ഇത്തരം പ്രൊഡക്റ്റുകളെ സപ്പോർട്ട് ചെയ്യരുത്, കാരണം അത് ചീപ്പാണ്, അങ്ങനെയുള്ള കുറെ കാരണങ്ങളാണ് പറയുന്നത്. ബട്ട് ചൈന പൂർണ്ണമായിട്ടും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചൈനീസ് പ്രൊഡക്ട്സുകൾ സത്യത്തിൽ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന പ്രൊഡക്ട്സുകളും ഉണ്ട്. ബട്ട് അതിനെതിരെ ചൈനയ്ക്കെതിരെ കൊണ്ടുവന്ന ഒരു ആരോപണങ്ങളാണ് എപ്പോഴും ചൈനീസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ ചൈനീസ് ആണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ആശയമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന എല്ലാ ചൈനീസ് സാധനങ്ങളും ചൈനീസ് ഒന്നുമല്ല. ഇറ്റ് ഈസ് എന്താണ് ടോട്ടലി മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പല ചെറുകിട ബിസിനസ്സുകാരും പല സ്ട്രീറ്റുകളിലും പല സ്ഥലത്തിരുന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അവര് അതിനെ എന്ത് പേര് കൊടുക്കുന്നു മാത്രം, ചൈനീസ്. അതായത് വില കുറവിൽ വിൽക്കുന്ന സാധനങ്ങൾ ചൈനീസ്. അപ്പൊ അങ്ങനെ വന്നൊരു ബ്രാൻഡിങ് ആണത്. അല്ലാതെ എല്ലാ സാധനവും ചൈനയാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ചില ടെക്നോളജികൾ ചൈനയിൽ നിന്ന് ആൾക്കാർ എടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയാൽ കാണാം പല ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്. അപ്പൊ അത് ചൈന ഉണ്ടാക്കുന്നതാവാം, പക്ഷെ
ഇതിൽ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. സോ ജാപ്പനീസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്, അങ്ങനെ ചീപ്പായിട്ട് കിട്ടില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ രണ്ടുപേരുടെയും വ്യത്യാസമാണ്. ചൈന വില കുറച്ച് സാധനങ്ങളെ വിറ്റ് മാർക്കറ്റ് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ജപ്പാൻ ക്വാളിറ്റി പ്രൊഡക്ട്സ് വിറ്റുകൊണ്ട് മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി അഷുറൻസ് മാർക്കറ്റാക്കി മാറ്റുകയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ഇതുവരെയുള്ള പോളിസികൾ. ഇപ്പൊ G7 അതാണ് പറയുന്നത്. G7 ഈ പറഞ്ഞ പോളിസികളൊക്കെ അവർ മുന്നോട്ട് വെക്കുകയാണ്. G7 മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യ ഇല്ല, ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദ G7 ഹാസ് വെരി കോൺക്രീറ്റ് അച്ചീവ്മെന്റ് ഇൻക്ലൂഡിംഗ് ദ ക്രിയേഷൻ ഓഫ് FATF, EBRD, അറബ് സ്പ്രിങ്സ്. ഓക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയാണ്. അതായത് ഈ G7 ചില അച്ചീവ്മെന്റ്സ് ആണ് ഈ പറയുന്ന വരവുകളെല്ലാം. അതായത് അതിലൊന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതുപോലെ EBRD എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് ബാങ്ക് പോലെ യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതുപോലെ അറബ് സ്പ്രിങ്സിന് ശേഷം വന്ന ഡിനുവിലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ്, അതുപോലെ മുസ്കോക്ക ഇനിഷ്യേറ്റീവ് ടു റെഡ്യൂസ് മെറ്റേണൽ ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി. സോ ഇതൊക്കെ G7 മുന്നോട്ട് വെച്ച ചില സക്സസ്ഫുൾ സ്റ്റോറീസ് ആണെന്നാണ് പറയുന്നത്. FATF എന്നൊക്കെ പറഞ്ഞാൽ എക്കണോമിക് ടാസ്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ടെററിസം പോലെയുള്ളതിന് ഫണ്ട് ചെയ്യുന്ന രാജ്യങ്ങളെ വിലക്കുക, അവരെ തടയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അതുപോലെ നമ്മൾ പലപ്പോഴും കാണാം സാങ്ഷൻസ്, അതായത് ഏതെങ്കിലും രാജ്യങ്ങളുടെ മുകളിൽ സാമ്പത്തിക ഉപരോധം എന്ന് പറയാം, അതിനെ എന്ത് ചെയ്യുന്നു, ബാൻ ചെയ്യുകയാണ്. ചൈനീസ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രൊഡക്റ്റുകൾ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കയൊക്കെയാണ് മിക്കവാറും ഈ ബാനിങ് നടത്തുക. കാരണം അമേരിക്കയാണ് ഏറ്റവും വലിയ ബയ്യർ ആൻഡ് സെല്ലർ രണ്ടും. മിക്കവാറും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും അമേരിക്കയാണ്, പിന്നെ ചൈന. ഓക്കെ, ഇന്ത്യ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും നമ്മൾ വാങ്ങുന്നതിൽ മുൻപന്തിയിലല്ല. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ബാൻ ചെയ്യുക അല്ലെങ്കിൽ സാങ്ഷൻ ഏർപ്പെടുത്തുക എന്ന് പറയുന്ന സംവിധാനം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറയുന്നത് ഈ പറഞ്ഞ FATF എഗ്രിമെന്റ് ആണ്. അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെയാണ്. അവർ തന്നെയാണ് ചില രാജ്യങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് ടെററിസം ഫണ്ടിങ് നടത്തി എന്ന് പറഞ്ഞ് കണ്ടെത്തിയാൽ, ഏതെങ്കിലും രാജ്യത്തിന് ടെററിസം ഫണ്ടിങ് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ ആ പ്രൊഡക്റ്റ് അവിടെ നിന്നുള്ള പ്രൊഡക്റ്റുകളെ പല രാജ്യങ്ങളും നിരോധിക്കും. സോ അങ്ങനെയുള്ള കുറെ നടപടികളുണ്ട്. അപ്പോൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടേമാണ് അടുത്ത് എഴുതിയിട്ടുള്ളത്. അതായത് ഇത് എഴുതിയിട്ടുള്ളതാണ്, ആഫ്റ്റർ എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബിഗാൻ പ്രോബിംഗ് അലിഗേഷൻസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആൻഡ് അബ്യൂസ് അഗൻസ്റ്റ് ഹസൻ MP പ്രജ്വൽ രേവണ്ണ. അത് ഇടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്ന ഒരു ന്യൂസാണത്. Sources in the Ministry of External Affairs have confirmed the Karnataka government's request to revoke diplomatic passport of the suspended Janata Dal leader being processed. അതായത് ഒരു സെക്ഷൽ അസോൾട്ട് കേസിൽ അകപ്പെട്ട, സെക്ഷൽ അസോൾട്ട് മാത്രമല്ല സെക്ഷൽ ഹരാസ്മെന്റ് ഉൾപ്പെടുന്ന കേസാണ്. അതിൽ MP ആയിരുന്ന പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി രക്ഷപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ചെക്കിങ്ങുകളില്ല. സോ അതൊരു വലിയ പവറാണ്. അപ്പോൾ അയാളുടെ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ത് ചെയ്യണം, റിവോക്ക് ചെയ്യണം. അതിനുവേണ്ടി റിവോക്ക് ചെയ്യാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുന്നു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഹാവ് കൺഫേംഡ് ദാറ്റ് കർണാടക ഗവൺമെന്റ്സ് റിക്വസ്റ്റ് ടു റിവോക്ക് ദ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഓഫ് ദ സസ്പെൻഡഡ്. അപ്പോൾ അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അത് എന്ത് ചെയ്തിരിക്കുകയാണ്, അത് അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് ഇത് സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് കർണാടക ഗവൺമെന്റ് ആണ്. കർണാടക ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കർണാടക പോലീസ് ആയിരിക്കും. പോലീസ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് ലെറ്റർ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇയാൾ പല രാജ്യങ്ങളിലേക്കും കടന്നു പോകാൻ സാധ്യതയുണ്ട്. നമുക്കപ്പോൾ പിടിക്കാൻ എളുപ്പമല്ല. കാരണം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം പവർഫുൾ ആണ്. അതിന് ചെക്കിങ്ങുകൾ ഉണ്ടാവില്ല. ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ ഈസി ആയിട്ട് പോവാം. സോ വളരെ ഫ്രീ വിസ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഫ്രീ വിസയാണ്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന്റെ ഒരു വലിയ പവർ ഉള്ളതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ അയാളെ പിടിക്കാൻ എളുപ്പമായിരിക്കില്ല എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പോൾ പാസ്പോർട്ട് ആക്ട് ഇവിടെ അതിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നതാണ്. വെൻ ആർ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ക്യാൻ ബി റിവോക്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പറയുന്നത്
Section 10(3) of Passport Act 1967, which deals with variation, impounding and revocation of passports and travel documentary, mentions circumstances in detail. So അത് ഒരു രാജ്യത്ത് ചില കേസുകളിൽ ഇയാളെ എന്ത് ചെയ്യാം, തടയാൻ സാധിക്കും. സോ ആസ് പെർ ദ ആക്ട് പാസ്പോർട്ട് ക്യാൻ ബി ഇമ്പൗണ്ടഡ് ഓർ റിവോക്ഡ്. പാസ്പോർട്ട് വേണമെങ്കിൽ പിടിച്ചു വെക്കാം, തടയാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അവിടെ പറയുന്നത് ഇറ്റ് വിൽ, അത് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി, സോവറിനിറ്റി ഓഫ് ദ കൺട്രി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, മെയിൻറ്റെയിനിങ് ഫ്രണ്ട്ലി റിലേഷൻ ആൻഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക് ഇൻ ഓഫ് എനി ഓഫ് ദ കണ്ടീഷൻ പാസ്പോർട്ട് ഹാവ് ബീൻ അൺഫോളോഡ് എന്നാണ് പറയുന്നത്. അത് ഈ കണ്ടീഷനുകൾ പറയുന്നു, രാജ്യസുരക്ഷ, സെക്യൂരിറ്റി, മൊറാലിറ്റി, ഇങ്ങനെയുള്ള കുറെ രാജ്യത്തെ സംബന്ധിക്കുന്ന, രാജ്യത്തിന്റെ പേരിന് മോശം വരുത്തുന്നതാണെങ്കിലും എന്ത് ചെയ്യാം, ഇമ്പൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ ഉള്ള ടേം അതാണ്, ഇൻവോൾവിംഗ് മോറൽ ടർപിറ്റ്യൂഡ് എന്ന് പറയുന്ന ടേം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാസ്പോർട്ട് ഓഫ് പേഴ്സൺ കൺവിക്റ്റഡ് ബൈ ആൻ ഇന്ത്യൻ കോർട്ട് ഓഫ് ആൻ ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടർപിറ്റ്യൂഡ്. അപ്പൊ അതാണ് അവിടുത്തെ കാരണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിജിറ്റൽ മോണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ മോണോപ്പൊളി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഹാസ് എക്സ്പ്രസ്ഡ് സ്ട്രോങ് ഒപ്പോസിഷൻ ടു ഗൂഗിൾസ് delisting of certain applications from the Play Store. അതായത് ചില ആപ്ലിക്കേഷനുകളെ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യുക, നീക്കം ചെയ്തിരിക്കുകയാണ്. അത് എന്ത് ചെയ്തിട്ടില്ല, മിനിസ്ട്രി ഓഫ് ടെക്നോളജി അറിയാതെയാണ്. അപ്പോ ദ ഡിസ്പ്യൂട്ട് ഓവർ, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ദ ഡിസ്പ്യൂട്ട് ഈസ് ഓവർ ഗൂഗിൾ ഇമ്പോസിംഗ് എ ഫീ ഓഫ് 11 to 26% on in app payments after anti-competition body CCI ordered scrapping of an earlier system of charging 50 to 30%. So Google went ahead to remove the apps not paying the fee after Supreme Court did not provide interim relief to the companies. അതായത് കാശ് അടയ്ക്കാത്ത ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് പേയ്മെന്റ് ചെയ്യണം, ഗൂഗിളിന് പേയ്മെന്റ് ഇത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്യാത്ത കമ്പനികൾക്കെതിരെ ഉടനെ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, നടപടി എടുത്തിരിക്കുകയാണ്. അതാണ് അവിടെ പറയാൻ കാരണം. സോ ഒറ്റയടിക്ക് അത്തരം ആപ്പുകൾ നീക്കം ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. കാരണം ഇതൊരു ഡിജിറ്റൽ മോണോപ്പൊളിയാണ്. ഗൂഗിള് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈവൻ ഗവൺമെന്റ് പോലും എന്തായി പോകുന്നു, ഗവൺമെന്റിനൊന്നും ഒന്നും ചെയ്യാനില്ല. കാരണം ഡിജിറ്റൽ മോണോപ്പൊളി എന്നുള്ള കോൺസെപ്റ്റ് വരികയാണ്. അവര് സ്വന്തമായിട്ടുള്ള തീരുമാനം സ്വയം തന്നെ എടുക്കുന്ന രീതി. അപ്പൊ അത് നമുക്ക് അറിയുന്ന കേസാണ്. അതായത് ഇപ്പോ പല കേസുകളിലും ഡിജിറ്റൽ മോണോപ്പൊളി ഉണ്ട് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മളൊരു ഓൺലൈൻ മേഖലകളിൽ എടുത്താൽ ഗൂഗിൾ അറിയാതെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സെഷനുകളും ക്ലാസ്സുകളും പോലും, അല്ലെങ്കിൽ എന്ത് സിസ്റ്റം ആയാലും എല്ലാം ഗൂഗിൾ കമ്പനിയുടെയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നതിന് സെപ്പറേറ്റ് കമ്പനി എൻറ്റിറ്റി ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇവരുടെ, വലിയ കമ്പനിയാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഒരു കമ്പനി മാത്രമല്ല, ഗൂഗിളിന്റെ ഒരുപാട് കമ്പനികളുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ്, ഇപ്പൊ നമുക്ക് ഐ തിങ്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. അപ്പൊ അതിന് മുമ്പ് ഈ ഗൂഗിള് തുടങ്ങിയത് ആരൊക്കെയാണ്, ഗൂഗിളിന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാ, ഫൗണ്ടേഴ്സ് ഓഫ് ഗൂഗിൾ? ഓക്കെ, എല്ലാവർക്കും എനിവൺ ക്യാൻ ആൻസർ. ഗൂഗിൾ ഫൗണ്ടേഴ്സ് 2 പേരുണ്ട്. ആരൊക്കെയാ? എനിവൺ? സന്ധ്യ? ഓക്കെ, എനിവൺ ആൻഡ് ആൻസർ. അപർണ, ബിൽഹ, ക്രിസ്റ്റീന മുമ്പ് പറഞ്ഞു. ഓക്കെ, ഗ്രിഗറി, സന്ധ്യ, സൂരജ്, സൗമ്യ. ലാറി പേജ്. ലാറി പേജ് ആൻഡ് ഒരാൾ കൂടിയുണ്ട്, ലാറി പേജ് ആൻഡ് അവരുടെ ഗൂഗിൾ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ ഒരു ബുക്കൊക്കെ ഉണ്ട്. സോ അതിൽ അവര് എങ്ങനെയാണ് തുടങ്ങിയത്, ആൻഡ് വാട്ട് വാസ് ദെയർ ഇൻറ്റ്യൂഷൻ, ആ സമയത്തുള്ള ഇൻറ്റ്യൂഷൻ എന്താണെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ലാറി പേജ്, ഓക്കെ, ഓൾമോസ്റ്റ് ഒരാളുടെ പേരായി. ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ എന്ന് പറയുന്ന ആളാണ്. സെർജി ബ്രിൻ ബ്രൈൻ എന്നൊക്കെ വായിക്കാം. സോ ഇവർ 2 പേരാണ് തുടങ്ങിയത്. അപ്പോൾ ഇവർ തുടങ്ങുമ്പോൾ ഗൂഗിളിന്റെ വരുമാനം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ, നമ്മളുടെ ഓരോ ക്ലിക്കുകൾക്കുമാണ് ഇവർ ആദ്യം അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നത്. അതായത് അഡ്വർടൈസ്മെന്റ് സൈഡുകളിൽ പരസ്യം പോലെ വരികയും ഒരു പരസ്യത്തിന് ഒരു ക്ലിക്കിന് ഇത്ര രൂപ വെച്ച് അവർക്ക്, അല്ലെങ്കിൽ ഡോളറിൽ എന്ത് ചെയ്യുന്നു, ഗൂഗിളിന് കിട്ടുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, ആദ്യകാലങ്ങളിൽ ഗൂഗിൾ ക്രോം ഇല്ല, വെറും ഗൂഗിൾ. അപ്പൊ പിന്നെയാണ് അവര് ഗൂഗിൾ ക്രോം തുടങ്ങുന്നത്.
സോ ഇപ്പൊ നോക്കിയാൽ അറിയാം ഗൂഗിൾ ക്രോമിൽ ആണ് എല്ലാം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വെബ്സൈറ്റുകളൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണം ഗൂഗിളിന്. അത് ഗൂഗിൾ ക്രോമിന് മാത്രം. അതുപോലെ ഗൂഗിൾ ക്രോമിൽ അഡ്വർടൈസ്മെന്റുകൾ, ഒരുപാട് സംഭവങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാനുണ്ട്, പേയ്മെന്റ് ചെയ്യാനുണ്ട്. ഇതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. സോ യൂട്യൂബ് എന്ന് പറയുന്നതും ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. സോ യൂട്യൂബിലൂടെ അറിയാലോ വരുമാനം എന്ന് പറയുന്നത് വീഡിയോ പ്ലാറ്റ്ഫോമാണ്, വരുമാനം അതിലും കൂടുതലാണ്. സോ അത്രയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ദേ നോ എവറിത്തിങ്. അതുപോലെ ജിമെയിൽ അവരുടെ തന്നെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മെയിൽ സംവിധാനമാണ്. സോ ഇങ്ങനെ കിടക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന വലിയ ഒരു എന്താണ് കിങ്ഡം എന്ന് പറയാം, അത്രയും വലുതാണ് അവരുടെ ഇൻഫർമേഷൻ സോഴ്സ്. സോ ഓരോരുത്തരെയും കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഡിവിഷനെ വേറൊരു കമ്പനി ആക്കണം എന്നാണ് പറയുന്നത് കോടതി. കാരണം അവര് ഉണ്ടാക്കുന്ന ജനറേഷൻ ഓഫ് റവന്യൂ അതെല്ലാം വേറെ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ ഇവര് ഇപ്പൊ ഈ കമ്പനികളൊക്കെ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഇപ്പോ ആൽഫബറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ അണ്ടറിലാണ്. സോ ആൽഫബറ്റ് എന്ന് പറഞ്ഞ കമ്പനി ആണ് മെയിൻ പാരന്റ് കമ്പനി. അതിന്റെ കീഴിൽ ഗൂഗിളും ഗൂഗിൾ ക്രോം, യൂട്യൂബ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കമ്പനികൾ കിടക്കുകയാണ്. അപ്പൊ ഇതിൽ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, ഇൻഡിവിജ്വൽ കമ്പനി ആക്കേണ്ടി വരും. ഗൂഗിൾ ക്രോം അതാണ് ഇൻഡിവിജ്വൽ കമ്പനി ആക്കേണ്ട ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഓക്കെ, സോ അപ്പൊ പേരറിഞ്ഞിരിക്കുക, ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ. അതുപോലെ നമുക്ക് അറിയുന്നതാണ് ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയ ആളാണ് മാർക്ക് സക്കർബർഗ്. ഇതുപോലെ ഒരുപാട് ഫൗണ്ടേഴ്സ് ഉണ്ട്. ഇതുപോലെ ഇപ്പോൾ ഗൂഗിളിന്റെ ആണെങ്കിൽ ഗൂഗിളിന്റെ സിഇഒ ഇന്ത്യക്കാരനായ വ്യക്തിയാണ്. മൈക്രോസോഫ്റ്റിന്റെ ഇതുപോലെ സിഇഒ ഉണ്ട്, സത്യ നദെല്ല എന്ന് പറയുന്ന വ്യക്തി. ആൻഡ് ഗൂഗിളിന്റെ എല്ലാവർക്കും അറിയുന്നതാണ് സുന്ദർ പിച്ചൈ ആണ് സിഇഒ ഓഫ് ഗൂഗിൾ ആൻഡ് ഗൂഗിളിന്റെ എല്ലാം പാരന്റ് കമ്പനിയായ ആൽഫബറ്റിന്റെയും. ഓക്കെ, സോ നമുക്കപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദ സെഷൻ. ഓക്കെ,